അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഏറെ പ്രിയപ്പെട്ടവരെ, നമ്മെ ഉയരങ്ങളിലേക്ക് എത്തിക്കുന്നത് നമ്മുടെ ആത്മവിശ്വാസവും ക്രിയാത്മകമായിട്ടുള്ള മനോഭാവവുമാണ്. ശിവഗേരയുടെ ഒരു പുസ്തകമുണ്ട്, നിങ്ങൾക്കും വിജയിക്കാനാകുമെന്നാണ് ആ പുസ്തകത്തിൻ്റെ പേര്, യു ക്യാൻ വിൻ. അതിലാദ്യത്തെ ഭാഗം തന്നെ അദ്ദേഹം ചർച്ച ചെയ്യുന്നത് മനോഭാവം എന്നതിനെക്കുറിച്ചാണ്, അഥവാ ആറ്റിറ്റ്യൂഡ്. അതിലാദ്യത്തെ കഥ പറയുന്നത് ഒരു ഉത്സവ പറമ്പിൽ ബലൂൺ വിൽക്കുന്ന കുട്ടിയെക്കുറിച്ചാണ്. ആ കുട്ടി ബലൂൺ ഇങ്ങനെ വിറ്റുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ഒരു ചെറുപ്പക്കാരൻ. അദ്ദേഹം ബലൂൺ ഇങ്ങനെ ചുവപ്പും പച്ചയും മഞ്ഞയും ഒക്കെ ആയിട്ടുള്ള ബലൂൺ ഇങ്ങനെ വിറ്റുകൊണ്ടിരിക്കുന്നു. ആ ബലൂൺ വിൽപ്പനയിൽ അദ്ദേഹത്തിൻ്റെ കച്ചവടത്തിൽ കുറവ് അനുഭവപ്പെടുകയാണ്. അദ്ദേഹത്തിൻ്റെ കച്ചവടം ലാഭമല്ലാത്തൊരവസ്ഥയിലേക്ക് പോകുന്ന രംഗം. ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ തോന്നുന്ന ഒരു ചിന്തയാണ്, ഒരു ഹീലിയം നിറച്ചിട്ടുള്ള ഒരു ബലൂൺ ഇങ്ങനെ പറത്താണ് ആകാശത്തേക്ക്. അത് കണ്ട് കുറേ ആളുകളും കുട്ടികളും ഒക്കെ ഈ വിൽപ്പനക്കാരൻ്റെ അടുത്തേക്ക് വരികയും അദ്ദേഹത്തിൽ നിന്ന് ഈ ബലൂൺ വാങ്ങുകയും ചെയ്യുകയാണ്. ആ സമയത്ത് ഒരു കുട്ടി ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, ഈ കറുപ്പ് ബലൂണ് ആകാശത്തേക്ക് ഇങ്ങനെ പറത്താൻ പറ്റുമോ എന്നുള്ളൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആ കുട്ടിക്ക് മറുപടി കൊടുക്കുന്നത് ഇങ്ങനെയാണ്: ബലൂണിൻ്റെ നിറമോ അതിൻ്റെ വലുപ്പമോ അല്ല എന്താക്കുന്നത് അതിനെ ഉയർത്തി നിൽക്കുന്നത്, മറിച്ച് ആ ബലൂണിൽ നിറച്ചിട്ടുള്ള പദാർത്ഥമാണ്, നിറച്ചിട്ടുള്ളൊരു സംഗതിയാണ് ആ ബലൂണിനെ ഉയർത്തുന്നത്. ഇതേപോലെയാണ് മനുഷ്യൻ്റെ ജീവിതമെന്ന് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അതായത് നമ്മുടെ കഴിവോ അല്ലെങ്കിൽ നമ്മുടെ വലുപ്പമോ അല്ല പലപ്പോഴും നമ്മെ ഉയർത്തുന്നത്. നമുക്ക് ചില സാഹചര്യങ്ങളിൽ, ചില സന്ദർഭങ്ങളിൽ നമുക്ക് ഏറ്റവും ഉചിതമായിട്ടുള്ള തീരുമാനമെടുക്കുവാനും നല്ല ചിന്തകൾ ചിന്തിക്കുവാനും സാധിക്കുന്നുണ്ടോ എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഒരാൾ ഉയരുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇസ്ലാമിക ചരിത്രം പരിശോധിച്ച് നോക്കിയാൽ പരിശുദ്ധ ഖുർആൻ ഇറങ്ങുന്ന സമയത്ത് ഒരുപാട് ആളുകൾ അവിശ്വാസികളായിട്ടുള്ള ആളുകളാണ്. എന്നാൽ ഇസ്ലാം ഇങ്ങനെ പ്രബോധനം ചെയ്യുന്ന സമയത്തും ഇസ്ലാമിലേക്ക് കുറേ ഒരു ഇസ്ലാമിൻ്റെ അല്ലെങ്കിൽ ഒരു വിശ്വാസി പ്രവാഹമൊന്നും ഉണ്ടായിട്ടില്ല. കാരണം അവരവരുടെ ആറ്റിറ്റ്യൂഡ് മാറ്റാൻ തയ്യാറാകാത്തവരായിരുന്നു എന്നുള്ളതാണ്. നന്മകൾ സന്ദേശങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോഴും അതിന് എതിരെയുള്ള ലോ പോയിൻറ്റ്സുകൾ ഇങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നന്മയിലേക്ക് ആകൃഷ്ടരാവാൻ സാധിക്കില്ല. അപ്പോൾ ഞാനൊരു നന്മ പറയുകയാണെങ്കിൽ ആ നന്മയ്ക്ക് എതിരായിട്ടുള്ള തിന്മ എങ്ങനെ, അതിനെ എഗെയിൻസ്റ്റ് ചെയ്യുക എങ്ങനെയെന്ന് മാത്രം അന്വേഷിക്കുന്ന ഒരാൾക്ക് ഈ നന്മ ഒരിക്കലും ഉള്ളോട്ട് കയറില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് മക്കയിൽ ജീവിച്ചിരുന്ന ആളുകൾ പലപ്പോഴും ഒറ്റയടിക്ക് ഖുർആൻ്റെ വചനങ്ങൾ കേട്ടിട്ട് ഇസ്ലാമിലേക്ക് വരാതിരുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്നാൽ വന്ന ആളുകളെക്കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത് അവർക്ക് കേട്ടിട്ടുള്ള ആയത്തുകളെക്കുറിച്ച് അവർ ഒന്ന് വിചിന്തനം ചെയ്തവരാണ്, ഒന്ന് ചിന്തിച്ചവരാണ്. അതായത് ഇത് ശരിയാണല്ലോ എന്നുള്ളൊരൊറ്റൊരു ചിന്തയിൽ നിന്നാണ് കുറേ ആളുകൾ എന്താക്കിയിട്ടുള്ളത്, ഇസ്ലാമിലേക്ക് വന്നിട്ട് അവരവരുടെ ആറ്റിറ്റ്യൂഡിനെ, മനോഭാവത്തെ എന്താക്കി ചേഞ്ച് ചെയ്തു എന്നുള്ളതാണ്. ഇതുവരെ ഞാൻ ജീവിച്ചു പോന്നിരുന്ന ജീവിതത്തിൽ നിന്ന് ഒന്ന് ചിന്തിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം മാറ്റി വെച്ചപ്പം അവർക്ക് ഹിദായത്ത് കിട്ടി എന്നുള്ളതാണ്. പരിശുദ്ധ ഖുർആൻ അത് തന്നെയാണ് പറയുന്നത്. ഇന്നല്ലാഹ ലാ യുഗയ്യിറു മാ ബിഖൗമിൻ ഹത്താ യുഗയ്യിറു മാ ബിഅൻഫുസിഹിം. ഏതൊരു ജനതയും തൻ്റെ സ്വന്തം നിലപാടുകളിൽ മാറ്റം വരുത്തുന്നത് വരെ അള്ളാഹു അവരുടെ സ്ഥിതിക്ക് എന്താവില്ല, മാറ്റം വരുത്തുകയില്ല എന്നുള്ളതാണ്. നമ്മൾ മാറണം എന്നുള്ളൊരു ചിന്ത പലപ്പോഴും പല ആളുകളിൽ ഉണ്ടാകാറുണ്ട്. ആ ചിന്ത കൊണ്ടൊരു കാര്യമില്ല, ഇന്ന് മാറാം നാളെ മാറാമെന്ന് പറയാറുണ്ട്. പക്ഷെ മാറിത്തുടങ്ങി എന്നതിൻ്റെ അടയാളങ്ങൾ ജീവിതത്തിൽ രൂപപ്പെടുന്നത് എന്നോ അന്ന് മുതൽ പടച്ചവൻ്റെ സഹായം നമ്മിൽ ഉണ്ടാകുമെന്നുള്ളതാണ്. അത് ചരിത്രങ്ങൾ പരിശോധിച്ച് നോക്കിയാൽ കാണാൻ പറ്റും. എന്തെങ്കിലും ഒരു നല്ല കാര്യം ചെയ്തു തുടങ്ങിയാൽ എന്താവുള്ളൂ, നമുക്ക് മാറ്റങ്ങൾ വരുത്താൻ പറ്റുള്ളൂ. ഇപ്പോൾ സൂറത്തുൽ ഷംസൊക്കെ പരിശോധിച്ച് നമുക്ക് കാണാൻ പറ്റില്ലേ, അത് അഫ്ലഹ മൻ സക്കാഹ വഖദ് ഖാബ മൻ ദസ്സാഹ. ഹൃദയത്തെ പരിശുദ്ധപ്പെടുത്തിയവനാരോ അവന് വിജയം പ്രാപിച്ചു. അപ്പോൾ ഹൃദയത്തെ പരിശുദ്ധപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ ഹൃദയത്തിൽ ഇതുവരെ ഉണ്ടായിരുന്ന മോശമായിട്ടുള്ളൊരു കാര്യമായിരുന്നു. ഈ മോശമായിട്ടുള്ള കാര്യം ഉണ്ടാകുമ്പം കാണുന്നതും കേൾക്കുന്നതും ഒക്കെ മോശമായിട്ടാണ് ഉണ്ടാവുക. ആ മോശമായിട്ടുള്ള കാര്യത്തിൽ നിന്ന് നന്മയുടെ കാര്യത്തെ ഹൃദയത്തിലേക്ക് കയറ്റുകയും അതിൻ്റെ പണിയെടുക്കുകയും ചെയ്തു തുടങ്ങുമ്പം അവൻ്റെ മുമ്പിൽ ഉണ്ടാകുന്നതൊക്കെ പിന്നെ നന്മയായിരിക്കും. അവയെ മനസ്സിലാവും നമുക്ക്. അപ്പോൾ നമ്മൾ യൂട്യൂബിൽ സെർച്ച് ചെയ്യണം, പാട്ട് മാത്രം സെർച്ച് ചെയ്യുന്നവർക്ക് അടുത്ത സജഷൻ വീഡിയോ പാട്ട് തന്നെ ആയിരിക്കും വരിക. അതേപോലെ തന്നെ വേണ്ടാത്തൊരു കാര്യം സെർച്ച് ചെയ്യുന്ന ഒരാൾക്ക് അടുത്ത സജഷൻ വീഡിയോ വേണ്ടാത്തതായിരിക്കും വരിക. എന്നാൽ നന്മ മാത്രമല്ല, ഖുർആനോ അങ്ങനത്തെ എന്തെങ്കിലും വീഡിയോസ് സെർച്ച് ചെയ്യുമ്പോൾ അടുത്ത സജഷൻ വീഡിയോ നന്മയായിരിക്കും. അപ്പോൾ നന്മയിൽ സഞ്ചരിക്കാൻ തുടങ്ങിയ ഒരാൾക്ക് ബാക്കിയുള്ള ജീവിതത്തിലുള്ള എല്ലാ കാര്യങ്ങളും നന്മയായിരിക്കും പടച്ചോനിങ്ങനെ ഇട്ട് കൊടുക്കുക എന്നുള്ളതാണ്. അതിനാൽ നമ്മുടെ ആറ്റിറ്റ്യൂഡ് മാറ്റാൻ നമ്മൾ തയ്യാറാകണം. നമുക്കൊരു കാര്യം പഠിക്കുമ്പോൾ
അതിൻ്റെ നെഗറ്റീവ് വശങ്ങളെക്കുറിച്ച് മാത്രം അത് നടക്കില്ല, അങ്ങനെയല്ല ഇങ്ങനെയല്ല, ഞാൻ നന്നാവില്ല, ഞാൻ ഇത്രയും കാലം ഇങ്ങനെ തന്നെയാണ്, അങ്ങനെയല്ല. എനിക്ക് നന്നാകാനുള്ള സാഹചര്യങ്ങളാണ് ഇത് എന്നുള്ള ഒരു ചിന്തയിൽ നന്മയിൽ എന്താ പറയുക ഒന്ന് തുടങ്ങി വെച്ച് കഴിഞ്ഞാൽ ബാക്കി പടച്ചോൻ എന്താക്കി തരും, റെഡിയാക്കി തരും എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ ആറ്റിറ്റ്യൂഡുകൾ മാറ്റി മനോഭാവം ക്ലിയറാക്കി നന്മയിൽ മത്സരിക്കുവാനും നന്മകൾ തുടങ്ങുവാനും അത് പൂർത്തീകരിക്കുവാൻ നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.